പിന്നെ എനിക്ക് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഫേസ്ബുക്ക് എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പേര് യൂസ് ചെയ്യുമായിരുന്നു. എനിക്കതിനെ കൊണ്ട് വലിയ യൂസൊന്നുമില്ല. ഞാൻ പൊതുവെ അതിലൊന്നും വലിയ ആക്റ്റീവൊന്നും അല്ല, ഇപ്പോഴത്തെ മാതിരിയൊന്നുമല്ല. ഇപ്പോഴാണെങ്കിൽ ഞാൻ കയറി ഇരുന്നിട്ട് ഇതാക്കിയാണ്. ഒരു 3 കൊല്ലമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയത്, സംസാരിക്കാനും തൻ്റെ ഇടത്തോടു കൂടി നിൽക്കാനൊക്കെ. അന്ന് തൻ്റെ ഇടം ഉണ്ട്, ഞാൻ ഉള്ളിൽ ഹൈഡായിരുന്നു. ഹൈഡല്ല, വേണ്ട എന്തിനാണ് എന്നുള്ള ചിന്തയാണ്. എന്നാൽ ഇതുപോലെ സംസാരിക്കും, പക്ഷെ അത്ര ഭയങ്കര സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചാലാണ് കേട്ടോ. കാരണം അത് ശരിയാണ്. കാരണം ആവശ്യത്തിന് ബോൾഡ് ഉണ്ട്. ഇത്രയും ബോൾഡായത് ഇപ്പോഴാണ്. എന്തും എനിക്കിഷ്ടമില്ലാത്ത കാര്യം നോ പറയാൻ പഠിച്ചത് ഇപ്പോഴാണെന്ന് പറയാം. അല്ലെങ്കിൽ ബോൾഡ് തന്നെയാണ്. നോ നോ എന്ന് പറഞ്ഞാൽ നോ തന്നെ മനസ്സിൽ. പിന്നെ അതൊക്കെ പഠിച്ചത് ഇപ്പോഴാണ്. പിന്നെ ചത്ത് കിടന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു 2-3 കൊല്ലമായിട്ട് മാറി. ഇപ്പം എന്നെ എത്ര വേദനിപ്പിച്ചോട്ടെ, ഞാൻ വീണ്ടും വീണ്ടും ഹെൽപ്പ് ചെയ്യും, അത് ക്ഷമിക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു. അതൊക്കെ എൻ്റെ അടുത്ത് നിന്ന് മാറി. അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. നമ്മൾ അർഹതയില്ലാത്തവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ വെറുതെ പറ്റിച്ച് ഓരോ ഹെൽപ്പ് ചോദിക്കുക, മിസ്യൂസ് ചെയ്യുക. നമ്മളെ മിസ്യൂസ് ചെയ്യുക മീൻസ് എൻ്റെ ഒരു ഫ്രണ്ട് നമ്പർ കുട്ടിയെ കൊണ്ട് രാവിലെ ഇങ്ങനെ നമ്മളുടെ അടുത്തേക്ക് ആക്കും മനഃപൂർവ്വം. എന്നിട്ട് അവരവിടെ സുഖമായിട്ട് ചെന്നിരിക്കല. അപ്പം നമുക്കത് ഡിസ്റ്റർബല്ലേ, നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റാണ്ട് അവരെയൊക്കെ കുട്ടികളെ നോക്കുന്നു. അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഞാനങ്ങ് നിർത്തി. പിന്നെ പലർക്കും പല കാര്യങ്ങളിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സാധനം ചെയ്യാണ്ടിരിക്കുമ്പോൾ ചെന്ന് അവരെ വീട്ടിലൊക്കെ പോയി ഞാൻ ഹെൽപ്പ് ചെയ്യുക. അങ്ങോട്ട് പോയിട്ട് എനിക്ക് ഭ്രാന്താന്ന് തോന്നുന്നുണ്ട് ആ സമയത്ത് ഞാൻ പറയുക. എന്നിട്ട് ചെന്ന് വെറുതെ അവരെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അവർക്ക് എന്നെ കിട്ടുകയല്ലേ. സ്നേഹം വാരിക്കോരി തരികയായിരുന്നു മനസ്സിലായി. അപ്പം ഞാൻ നല്ല കുട്ടിയായിരുന്നു. പൊന്നെ മോളായിരുന്നു, മനസ്സിലായോ. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നെ ആരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നോ, നെവർ. എന്നെ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഞാനതൊരു 3 കൊല്ലമായിട്ട് ഞാൻ പഠിച്ചു. എന്നെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല എന്നുള്ളത്. കൂടുതലും എനിക്ക് മറ്റുള്ളവർക്കല്ല ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, എൻ്റെ അമ്മ വീട്ടുകാർക്കല്ല, വേറെ കുറച്ച് ബന്ധുക്കൾക്ക്. പിന്നെ ഫ്രണ്ട്സിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മീൻസ് ഞാൻ ഫ്രണ്ട്സിന് മീൻസ് പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ. അപ്പം അതും ഇതുപോലെ എൻ്റെ വീട്ടിൽ വന്നിരിക്കുക. പിന്നെ ഫുഡായിട്ട് കൊടുത്തിട്ട് നമ്മൾ പറയുന്നതല്ല. അതൊക്കെ ഞാൻ വേണ്ടാന്നൊരു ലെവലിൽ മനസ്സിലാക്കി. കാരണം